തിരികെ വാർത്തയിലേക്ക്. രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ ടെലിവിഷൻ റിയാലിറ്റി ഷോ താരം അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഭാരതവും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിന് പിന്നാലെ സമൂഹമാധ്യമത്തിലൂടെയാണ് അഖിൽ മാരാർ പരാമർശം നടത്തിയത്. ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാരെ നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് എന്തിനാണ് പറയാൻ ഇപ്പൊ ഈ കുറെ ന്യായവാദികൾ പറയും നമ്മുടെ രാജ്യത്ത് യുദ്ധമൊന്നും ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ രാജ്യത്തെ ജനതയെ നമ്മൾ സംരക്ഷിക്കണം. ഇക്കഴിഞ്ഞ 11-ാം തീയതി സമൂഹമാധ്യമത്തിലൂടെ ലൈവായാണ് അഖിൽ മാരാർ പരാമർശം നടത്തിയത്. ജനം ടിവിക്കും അവതാരകനായ അനിൽ നമ്പ്യാർക്കുമുള്ള മറുപടി എന്ന രീതിയിലായിരുന്നു ലൈവ് ആരംഭിച്ചത്. പിന്നീട് വാക്കുകൾ അതിരുകടന്നു. പാകിസ്ഥാന് ഇന്ത്യയെ ഭയമില്ല. ബലൂജികൾക്ക് ഇന്ത്യ രഹസ്യമായ ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കി. ബലൂചിസ്ഥാനികളെ ഇന്ത്യ ചതിച്ചു. ആത്മാഭിമാനമില്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരികൾ. ഇത്തരത്തിലൊക്കെയായിരുന്നു അഖിൽ മാരാരുടെ പരാമർശം. സംഭവത്തിൽ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ഹാജരാക്കിയാണ് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകിയത്. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ഭാരതീയ ന്യായ സംഹിത 152 വകുപ്പ് പ്രകാരമാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. സംഭവം വിവാദമായതോടെ അഖിൽ മാരാർ വീഡിയോ നീക്കം ചെയ്തെങ്കിലും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ചിരുന്നു. പോലീസ് ഉടൻ അറസ്റ്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. ജനം, കൊല്ലം.